ദൈവം അബ്രഹാമിനെ ആദത്തിനെ ഹവ്വയും സൃഷ്ടിച്ചത് എങ്ങനെയാ? സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആദമും ഹവ്വയും ആരെ പോരാ? വന്നല്ലോ. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ കണ്ണാടി ഒന്നുമില്ലല്ലോ. നോക്കിയിട്ട് ഞാനും ദൈവം ഒരുപാട് കാണുന്നു പറയാം, കണ്ണാടി ഒന്നുമില്ല. ഞാൻ ശ്രദ്ധിക്കുന്നു, ആദമിനെ നോക്കിയിട്ട് ഹവ്വായും പറഞ്ഞില്ല നീ ദൈവത്തെ പോലെ ഇരിക്കുക, ഹവ്വയെ നോക്കിയിട്ട് ആദവും പറഞ്ഞില്ല നീ ദൈവത്തെ പോലെ ഇരിക്കുകയാണ്. സ്വതം എനിക്കൊരു തിരിച്ചറിവില്ല. ഇവർ ആരെ പോലെ ഇരിക്കുന്നു, ആരുടെ സ്വരൂപത്തിലിരിക്കുന്നു, ആരുടെ സാദൃശ്യത്തിലിരിക്കുന്നു ഒരു തിരിച്ചറിവില്ലാത്ത ആദമിന്റെയും ഹവ്വയുടെയും അടുക്കിലേക്ക് പിശാച് വന്നിട്ട് പറയുക, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാവും. ഇപ്പൊ ഇരിക്കുന്നത് ആരെ പോലാ? ദൈവത്തെ പോലെയാ. എന്തോ അവർ പാപം ചെയ്യാനുള്ള കാരണം എന്താ? ഇവരിൽ ഒരു തിരിച്ചറിവില്ലാത്തതാ കാരണം. ദാനിയേൽ പ്രവചനത്തിലേക്ക് മടങ്ങി വന്നാട്ട് വചനം വായിപ്പിക്കാൻ സമയമില്ലാത്തത് വായിപ്പിക്കുന്നില്ല. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ ദാനിയേൽ ദൈവത്തിന് ഉപവസിക്കാൻ തയ്യാറായി. ദൈവത്തിന്റെ ദൂതൻ വന്നിച്ച് എന്താ പറയുന്നത്? നീ നിന്നെ തന്നെ താഴ്ത്തുവാനും തിരിച്ചറിയുവാനും മനസ്സ് വെച്ച നിമിഷം നിന്റെ പ്രാർത്ഥന സ്വർഗ്ഗം എന്ത് ചെയ്തു? എപ്പോഴാ പ്രാർത്ഥന കേൾക്കുന്നത്? നീ തിരിച്ചറിയാൻ തയ്യാറാകുന്നു, കുറവിനെ തിരിച്ചറിയാൻ തയ്യാറാകുന്നു, നിന്റെ അവസ്ഥയെ തിരിച്ചറിയാൻ തയ്യാറാകുന്നു, മണ്ഡലങ്ങളെ തിരിച്ചറിയുവാൻ തയ്യാറാകുമ്പോൾ, നിന്റെ വ്യാപരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയാൻ തയ്യാറാകുമ്പോൾ, നിന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെ നീ തിരിച്ചറിയാൻ തയ്യാറാകുമ്പോൾ, നിന്റെ ഏത് ഉദ്ദേശത്തോടെ ദൈവം ഈ സഭയിലോ ദേശത്തോ കുടുംബത്തിലോ ആക്കി വെച്ചെന്ന് നീ തിരിച്ചറിയുമ്പോൾ ഈ പകൽക്കാലം ആവശ്യമെന്താ? സൗഖ്യമല്ല ആവശ്യം, വിടുതലല്ല ആവശ്യം, നിനക്കൊരു തിരിച്ചറിവ് ആവശ്യം. വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ച് തിരിച്ചറിയണം. പലരിലും വ്യാപരിക്കുന്ന ആത്മാവ് എന്തിനാണെന്നറിയാമോ? അവ ഒരു പാട്ട് പാടി അവസാനം കൈയടിച്ച 2 അന്യഭാഷ പറയാം. ഇതോടുകൂടെ അഭിഷേകത്തിന്റെ ശക്തി തീർന്നു. സ്വത്രം. ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്ന അതല്ല. തിരുവചനം വിളിച്ചു പറയുന്ന നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പോ നിന്നെ ദൈവം ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? നീ എന്തിനാ ചില മണിക്കൂർ ഇവിടെ ആയിരിക്കുന്നത്? ഈ പകൽ നീ ഇവിടെ വന്നത് കൊണ്ട് ദൈവം എന്തും നിന്നിലൂടെ ആഗ്രഹിക്കുന്നെന്ന് ഒരു തിരിച്ചറിവ് ഈ പകൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്ന് എന്തുണ്ടാകും? ശക്തി പുറപ്പെടും. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും പ്രവാചകനെ കൊണ്ടുവരണ്ട. നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയോ നിന്റെ സഭയിലെ ശുശ്രൂഷകനോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ചില രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. നിന്നെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ തുറക്കപ്പെടും. നിന്നെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ചില ബന്ധനങ്ങൾ അടിഞ്ഞു മാറുവാനിടയായി ചെയ്ത് നിന്നെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ വാഗ്ദത്തത്തിന്റെ നിവർത്തി നീ കണ്ട് സന്തോഷിക്കുവാൻ. Praise the Lord. വായിച്ചത് ആ വങ്കൽ നിന്ന് എന്ത് ചെയ്തു? സകലരെ സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊട്ടുവാൻ ശ്രമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, രക്തസ്രാവക്കാരി സ്ത്രീ വായിച്ചോ. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ സ്ത്രീ പിറകിൽ അടുത്തു ചെന്ന് വസ്ത്രത്തിന്റെ തോങ്ങലിൽ തൊട്ടു. ഉടനെ ശ്രദ്ധിച്ചോ, ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശു ഒരാൾ എന്നെ തൊട്ടു. യേശു എന്ന് പറയാ എല്ലാരും തിക്കി തിരക്കുന്നവർക്കല്ല, ഒരാളിനെ തൊട്ടു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. പുരുഷാരമൊക്കെ എന്ത് ചെയ്യുക? യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക. ഒത്തിരി പേര് ഇരുന്ന് കൈയടിക്കുന്നുണ്ട്, ഒത്തിരി പേരിന്ന് ആരാധിക്കുന്നുണ്ട്, ഒത്തിരി പേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേരിന്ന് ഉപവസിക്കുന്നുണ്ട്. കർത്താവ് പറ ഇതുപോലൊന്നും അല്ല, ഈ തിക്കി തിരക്കുന്നവരൊന്നും
കിടക്കുന്നവർക്കൊന്നും അല്ല. ആവശ്യബോധത്തോട് ആരോ എന്നെ തൊട്ടിട്ടുണ്ട്, വില കൊടുത്ത് ആരോ എന്നെ തൊട്ടിട്ടുണ്ട്, ത്യാഗം സഹിച്ച് ആരോ എന്നെ തൊട്ടിട്ടുണ്ട്, മനോവതിയോട് ആരോ എന്നെ തൊട്ടിട്ടുണ്ട്, വിശ്വാസത്തോട് ആരോ എന്നെ തൊട്ടിട്ടുണ്ട്. അവൻ എല്ലാവർക്കും ശക്തി പുറപ്പെടാതിരുന്നപ്പോൾ ആർക്കു വേണ്ടിയോ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ആർക്ക് വേണ്ടിയാ ശക്തി പുറപ്പെട്ടത്? വില കൊടുക്കാൻ തയ്യാറായവർക്ക് വേണ്ടിയാ, ത്യാഗം സഹിക്കാൻ തയ്യാറായവർക്ക് വേണ്ടിയാ. എന്താ അവള് കൊടുത്ത വില? സ്വന്തം രക്തസ്രാവക്കാർ സ്ത്രീയൊന്നും ചിന്തിച്ചു നോക്കിയേ. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്തസ്രാവം ബാധിച്ചവൾ അശുദ്ധയാണ്. അവളെ തൊടുന്നവരും അവൾ തൊടുന്നവരും അശുദ്ധരാണ്. അവളുടെ പാർപ്പവിട പാളയത്തിന് പുറത്താണ്. സ്വന്തം നല്ലൊരു വീടുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാനും വേദോസം പറയുന്നു, ഏറിയ മുതൽ അവൾ എന്ത് ചെയ്തു? വൈദ്യന്മാർക്ക് കൊടുത്തു. അപ്പോ ഏറിയ മുതലുള്ളവരാ. നല്ലൊരു വീട്. അന്നത്തെ കാലത്ത് സാമാന്യം നല്ലൊരു വീടുണ്ട്, പക്ഷെ വീട്ടിൽ പാർക്കാൻ യോഗമുണ്ടോ? വീടുണ്ടെന്ന് പറഞ്ഞിട്ടോ കഥ. നല്ല സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവുണ്ട്. ഭർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുമോ? നല്ല സൗന്ദര്യമുള്ള സ്നേഹമുള്ള പിള്ളേരുണ്ട്. ഒന്ന് എടുത്ത് മടി വെക്കാനോ ഒന്ന് ചുംബിക്കാനോ ഒന്ന് ലാളിക്കാനോ കഴിയുമോ? സകല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും അനുഭവിക്കാൻ നമ്മുടെ ആ ഭാഷയിൽ യോഗമില്ല. അവൻ 1-2 കൊല്ലം വന്നോ? സ്വന്തം 12 വർഷമായി. ഭർത്താവ് ആദ്യം 3-4 കൊല്ലമൊക്കെ ആശുപത്രി കൊണ്ടുപോയി. സൗഖ്യമാകുന്നൊക്കെ വിചാരിച്ചു. പിന്നെ നിരാശപ്പെട്ടിട്ട് പറഞ്ഞു ഉള്ളതൊക്കെ കൊണ്ട് കളയാന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. ഭർത്താവ് എന്ത് ചെയ്തു? തഴഞ്ഞു. സ്വന്തം ശ്രദ്ധിച്ചോണെ, നിനക്കുള്ള നന്മ നിനക്ക് അനുഭവിക്കുവാൻ കഴിയാതെ, നിനക്ക് അകത്തളത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ, തലമുറയുടെ നന്മ കാണുവാൻ കഴിയാതെ, തലമുറയുടെ കുടുംബത്തിന്റെ സംരക്ഷണം അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവം നിനക്ക് തന്ന നന്മ നിന്റെ കരത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ കഴിയാതെ, കൂട്ടനതിന്മേൽ അവകാശം പറയുമ്പോൾ, കൂട്ടനതിന്മേൽ ചെങ്കോൽ വയ്ക്കുമ്പോൾ, ഈ പകൽക്കാലം നീ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായാൽ, ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായാൽ, അവൻ നാളുകൾ അവനൊരു വിഷയമല്ല. അവൻ നിന്റെ അവസ്ഥയുടെ ഭാരം അവനൊരു വിഷയമല്ല. സൗഖ്യമാക്കുവാൻ സ്വർഗം ശക്തനാണ്. ഈ സഹോദരി ഒന്ന് നോക്കിയേ. യേശു വരുന്നത് കേട്ടിട്ട് ഞാൻ ചിന്തിക്കുക, അമ്മ ഇവിടെ വന്ന് ബൈക്ക് ഇവിടെ വെച്ച് നടന്ന് കയറിയോണൊക്കെ സ്വതന്ത്രം ഈ സഹോദരിക്ക് യേശുവിന്റെ അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. സ്വതന്ത്രം ഇവിടെ അടുക്കാൻ ആരും സമ്മതിക്കത്തില്ല. പലരും യേശുവിനോട് നമ്മൾ അടുക്കുന്നതിന് തടസ്സമാണ്. കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കളും സഭക്കാരും ദേശക്കാരും ചർച്ചക്കാരൊക്കെ നാം ക്രിസ്തുവിനോട് അടുക്കുന്നതിന് തടസ്സമാണ്. നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ലോകം അതിന്റെ മോഹങ്ങളും നമുക്കെതിരെ എഴുന്നേറ്റ് നിൽക്കും. നാം ക്രിസ്തുവിനോട് അടുക്കുന്ന തടസ്സമായി ബന്ധുമിത്രാദികൾ നമുക്കെതിരെ എഴുന്നേൽക്കും. എന്നാൽ ആവശ്യബോധമുള്ള ദൈവത്തിന്റെ പൈതലെ കർത്താവിന് മാത്രം തരുവാൻ കഴിയുന്ന ചിലത് നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ദേശത്തെ സ്ഥാനത്തിനോ ദേശത്തെ പദവിക്കോ കുടുംബത്തിന്റെ ശ്രദ്ധതയ്ക്കോ നിന്റെ ഭർത്താവിനോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ നിന്റെ ചാച്ചക്കാർക്കോ നിനക്ക് തരുവാൻ കഴിയാത്ത ചില നന്മകൾ എന്റെ കർത്താവിന്റെ പക്കലുണ്ട്. അത് നിനക്ക് പ്രാപിക്കണമോ? നീ ചില വില കൊടുത്തേ മതിയാകത്തുള്ളൂ. അത് നിനക്ക് പ്രാപിക്കണമോ? നീ ത്യാഗം സഹിച്ചേ മതിയാകത്തുള്ളൂ. അവർ ഒരു പോത്തുവരത്തെ അനുഭവത്തിൽ നിനക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. വില കൊടുക്കാതെ നിനക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. നീ ത്യാഗം സഹിക്കാതെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാതെ അവനിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കുന്നത് നിനക്ക് ലഭിക്കത്തില്ല. മകൾക്കാലം നിനക്ക് എന്തോരം പ്രാപിക്കണോ നീ വില കൊടുക്കാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകണം. ഒരു പൊതുവരുത്ത അനുഭവത്തിൽ ഒന്നും പ്രാപിക്കാമെന്ന് ചിന്തിക്കരുത്, അത് നടക്കത്തില്ല. തിരുവചനം എങ്ങനെയാ ആമയെ കാണുന്നത്? ആമയെ സ്വന്തം അവന്റെ വസ്ത്രത്തിന് തോന്നലിൽ എന്ത് ചെയ്തു? ഞാൻ ചിന്തിക്കുക, അവള് മരത്തിന്റെ മറപറ്റി മതിലിന്റെയും വീടുകളുടെയൊക്കെ മറപറ്റി ഏകദേശം യേശുവിനോട് അടുത്തു. അടുത്തിരുന്നവിടെ വലിയൊരു പുരുഷാനാണ്. ഒറ്റ ഒരെണ്ണത്തെ തന്നെ അവന്റെ അടുത്ത് അടുപ്പിക്കത്തിട്ട് നമ്മളോടിങ്ങനെ നടക്കുക. സ്വന്തം ഞാൻ ചിന്തിക്കുക, പുരുഷാരത്തിന്റെ ഇറങ്ങി ചെന്നിട്ട് ഇപ്പോൾ അങ്ങ് ഇരുന്നു. ആൾക്കാർ നടക്കുമ്പോൾ കാലിന്റെ ഇടയ്ക്ക് ഒരു ശകല സ്ഥലം കിട്ടുന്ന കൂടെ ഞൊത്ത് ഉള്ളിലോട്ട് പോവുക. പലരുടെയും കാലിന്റെ മുട്ടി ഇവിടെ മോന്ത് പിടിച്ചിട്ടുണ്ട്. സ്വന്തം പലരും ഇവിടെ ചവിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നടന്നു പോകുന്ന യേശുവിന്റെ അടുത്ത് പോകാൻ ഒക്കത്തില്ലല്ലോ, ആരും കാണരുതല്ലോ. സ്വന്തം വളരെ കഷ്ടം സഹിച്ചാൽ ഇവിടെ യേശുവിന്റെ അടുക്കൽ ചെന്നത്, വളരെ വേദനയോടാണ് ഇവിടെ യേശുവിന്റെ അടുക്കൽ ചെന്നത്. ദൈവത്തിന്റെ പൈതൃകം യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോ ശരീരം